ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വ്യൂ ഫൈൻഡറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു വ്ളോഗാണ്. നമ്മൾ വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പോവാണ്. ബൈക്കിലാണ് പോകുന്നത്. ഞങ്ങളിപ്പോൾ കോഴിക്കോട് സൈബർ പാർക്കിന്റെ മുന്നിലാണുള്ളത്. അപ്പോൾ ഇവിടേക്ക് എത്താപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്, ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് യാത്ര തുടങ്ങാം. നമ്മുടെ ചെറുത്ത് കയറി തുടങ്ങിയപ്പോൾ ഒരു 1/4 മണിക്കൂറിലേറെയായി. വണ്ടികളൊക്കെ വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. സ്ലോ അല്ലേ? ഇന്ന് സൺഡേ അല്ലേ, നല്ല ആൾക്കാരുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പിൻവളമാണ്. 2 വെന്റ് പ്രധാനമായിട്ട് വരുന്ന സ്ഥലമാണ്. ഞങ്ങളിവിടെ വണ്ടി നിർത്തുന്നുണ്ട്, എന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് പോകുന്നില്ല. അപ്പോൾ ഞങ്ങളിത് ചുരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വളവിലാണ്. ഭയങ്കര റഷാണ്, കാണാൻ ഒരുപാട് വാഹനങ്ങളുണ്ട്. ചുരത്തിലൂടെയുള്ള യാത്രയ്ക്ക് സമയമെടുക്കാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതേപോലുള്ള എല്ലാ പ്രധാനപ്പെട്ട വളവുകളിലും വാഹനങ്ങൾ കയറിപ്പോവാൻ കുറച്ച് സമയമെടുക്കും. അത്രയും വാഹന തിരക്കാണ് ഈ ചുരത്തിൽ ഏത് സമയം ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ഏകദേശം ഈ ഏറ്റവും ടോപ്പിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് വരും. ഇവിടെ കാണാൻ ചെറുതായിട്ട് ചുരത്തിൻ്റെ റോഡുകൾ. നമ്മൾ ഈ ഏറ്റവും ടോപ്പ് നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഭാഗം നമുക്ക് കാണുകയും ചെയ്യാം. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് ഇനി കയറാൻ പോകുന്നത്. നേരത്തെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് ആ കാണുന്നത്, ഏറ്റവും താഴെ കാണുന്നത്. ആ റോഡിനെ നോക്കിയാൽ മനസ്സിലാവാം, ഭയങ്കര റഫാണ് അവിടെ. റഫ് എന്ന് വെച്ചാൽ ഭയങ്കര ട്രാഫിക്. ഏറ്റവും ടോപ്പിലെത്തി. ഫുൾ മലമ്പ്രദേശത്തൊരു റോഡ് ഉണ്ടായിരിക്കും. മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. ഭയങ്കര വെയിലാണ്, പക്ഷേങ്കിൽ ഇടയ്ക്ക് വരുന്ന കാറ്റിന് നല്ല തണുപ്പാണ്. ചുരം കയറി കഴിഞ്ഞ് വീണ്ടും യാത്ര തുടരുന്നതാണ്. ഇവിടുന്ന് ഏകദേശം ചുരം കയറി കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 55-60 കിലോമീറ്ററോളം ദൂരം എടക്കൽ ഗുഹയിലേക്ക് വീണ്ടും ഉണ്ട്. അതിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഈ ചുരം കയറി കഴിഞ്ഞാലുള്ള പിന്നെ ഉള്ള പ്രധാനപ്പെട്ട കാഴ്ചകളാണ് റോഡിൻ്റെ ഇരുവശം ഇതേപോലുള്ള തേയിലത്തോട്ടങ്ങൾ. പ്രധാന ഒരു കാഴ്ചയാണ്. ഇതിനെ സൈഡിലായിട്ട് പലരും വാഹനങ്ങൾ നിർത്തുന്നുണ്ട്, ഫോട്ടോസ് എടുക്കുന്നുണ്ട്, അങ്ങനെ പലതും. ഇതൊരുപാട് കിലോമീറ്റർ കണക്കിന് ഇതന്നെ ഉണ്ട്. ഇതേ കാഴ്ചകൾ നമുക്ക് കാണാം. എടക്കൽ ഗുഹയിലേക്ക് എത്താൻ നേരത്തെല്ലാം ഇത് മാത്രമേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. തേയില, കാപ്പി തുടങ്ങിയിട്ടുള്ള ഐറ്റംസിൻ്റെ പ്രധാന കൃഷി ഇത് തന്നെയാണ്. അത് നമുക്ക് റോഡിൻ്റെ ഇരുവശത്തായിട്ട് മുഴുവനായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇതിപ്പോൾ ഏകദേശം നമ്മൾ എത്താനായിട്ടുണ്ട്. ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് തന്നെ ഉള്ളൂ. ആ പോണ വഴിക്കുള്ളൊരു സ്ഥലമാണിത്. ലോങ് പാറയാണ്, ഏറ്റവും ടോപ്പിൽ. എല്ലാ ടൂറിസ്റ്റ് പ്ലേസിൻ്റെയും പ്രധാന ആകർഷണമാണ് അതിൻ്റെ തൊട്ടടുത്തുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഇതുപോലുള്ള ഷോപ്പുകൾ. ഈ എടക്കൽ ഗുഹേൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൻ്റെ ആ റോഡ് സൈഡ് എന്ന് പറഞ്ഞാൽ മുഴുവൻ കുത്തനെയുള്ളൊരു റോഡ് സൈഡാണ്. അതിന് ചുറ്റും അതിൻ്റെ 2 ഭാഗത്തായിട്ട് മുഴുവൻ സ്പേസിലും ഇതേപോലുള്ള സാധനങ്ങൾ വിൽക്കുന്നത് നമുക്ക് കാണാം. പ്രധാനപ്പെട്ട സാധനങ്ങൾ ഇവർ വിൽക്കണം എന്താണെന്ന് വെച്ചാൽ ഈ ഏലം, കാപ്പി, ചായ, അങ്ങനത്തെ അതിൻ്റെയൊക്കെ പൊടി ഐറ്റംസും പിന്നെ ഈ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഈ ബാഗ് ഐറ്റംസ് അങ്ങനത്തെ ഒക്കെയാണ് ഇവർ വിൽക്കുന്നത്. എല്ലാ ഷോപ്പുകളിലും ഇത്തരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് കാണാം. പിന്നെ മക്കളെയൊക്കെ ആകർഷിക്കാൻ പറ്റുന്ന അതേപോലത്തെ കളിപ്പാട്ടങ്ങൾ, ടോയ്സിൻ്റെ ഐറ്റംസ് വേറെയും ഒരു പ്രധാനമായിട്ട് ഇവിടെ സെൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടക്കൽ ഗുഹയൊക്കെ നടന്നുകൊടുക്കുകയാണ്. ഇപ്പോൾ ഈ കാണുന്ന വഴികളിലൊക്കെ കണ്ടതൊക്കെ പല സാധനങ്ങളൊക്കെ വിൽക്കുന്നതാണ്. ഇവരെ ഹോം മെയ്ഡ് ആയിട്ടുള്ള നാച്ചുറലായിട്ട് കുറേ കാര്യങ്ങളൊക്കെ, ചായപ്പൊടി, കാപ്പിപ്പൊടി, അതാണ് ഇവർ മെയിൻ ഐറ്റംസ് തോന്നുന്നത്. അങ്ങനത്തെ കുറേ ഐറ്റംസ് കാര്യങ്ങൾ ഫുൾ ഭയങ്കര കയറ്റാണ്, ശ്വാസം കിട്ടുന്നില്ല. എന്താ പറയുക,
തുടക്കം മുതലേ വലിയ കയറ്റ അല്ലേ? തുടക്കം മുതലേ വലിയ കയറ്റ അല്ലേ? തുടക്കം മുതലേ തന്നെ ഭയങ്കര കയറ്റം. പിന്നെ ഒരു 140 കിലോമീറ്ററിന്റെ അടുത്ത് ബൈക്ക് ഓടിച്ചാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ടയർഡ്നെസ് ഉണ്ട്, കൊഞ്ഞെന്ന് വേണേ പറയാം. അപ്പൊ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ കയറാണ്. ഏകദേശം ഒരു പകുതി ദൂരം തന്നെ നടന്നു കഴിഞ്ഞു. ഇനി ഏകദേശം കുറച്ച് ദൂരം കൂടി ഉണ്ട്. ഭയങ്കര കയറ്റം നല്ല 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 കയറ്റായിട്ട് പോകണം. അതൊക്കെ തന്നെ മുഴുവൻ നടത്താം. പറഞ്ഞ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും കാണുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാഴ്ചയാണ് ഇതേപോലുള്ള കുരങ്ങന്മാര് നിറയെ വൈകി നിറച്ചുണ്ട് ഇറ്റിങ്ങൾ. ചിലരൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇറ്റിങ്ങൾക്ക്, ചില ഇതേപോലെ ഫോട്ടോ എടുക്കും. അങ്ങനെ ഇതിന്റെ റോഡിൽ ആ കയറുന്ന കയറ്റം മുഴുവൻ ഇവറ്റകളെ കാണാം. ഇതൊക്കെ അങ്ങോട്ട് കയറുന്നവരാണ്, ഇടയ്ക്കൽ ഗുഹയിലേക്ക് കയറുന്നവരാണ്. ഏകദേശം ആ ടോപ്പിൽ കാണുന്ന അതാണ് ഗുഹ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മളിനി പോകുന്നത്. ആയിട്ടുണ്ട്, ഒരുപാട് ദൂരമുണ്ട്. സത്യം പറഞ്ഞാൽ സംസാരിക്കാൻ വയ്യാത്ത പോലെ ആയിരുന്നു. അപ്പോൾ നമ്മളിതാ എത്താനായി. കുറച്ച് ദൂരം കൂടി ഉണ്ട്, അങ്ങോട്ട് കയറുകയാണ്. വാ, ഇപ്പോൾ കുറച്ച് ഫ്രീ ആയിട്ടുള്ള സമയമാണ്, വൈകളൊക്കെ കുറച്ച് ഫ്രീ ആണ്. അതിന് കാത്തു നിന്നേ ഇതുവരെ. വാ, ഓക്കെ. നല്ല എന്താ പറയാ, നല്ല കുത്തനുള്ളൊരു സ്ഥലം. ഏകദേശം ഏറ്റവും ടോപ്പ് എന്നുള്ളൊരു വ്യൂ ആണിത്. ആളുകൾ നടന്നു വരുന്നതാണ് മുഴുവനായിട്ട് കാണുന്നത്. ഫുൾ സ്റ്റെപ്പാണ് വെട്ടുന്നത്, കല്ലുകൾക്കിടയിൽ സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയിരിക്കണം. ഇതിന് എൻട്രൻസിന് ഒരു വഴിയും എക്സിന് വേറെ ഒരു വഴി ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. എക്സിറ്റ് വഴി മുഴുവൻ ഇരുമ്പ് വെൽഡ് ചെയ്തുങ്ങാണ്ട് ഉണ്ടാക്കിയ വഴികളാണ്, സ്റ്റെപ്പ് വെച്ചുങ്ങാണ്ട് ഉണ്ടാക്കിയ വഴികളാണ്. ഇത് മുഴുവൻ പാറയിൽ കൊത്തി ഉണ്ടാക്കിയതും അല്ലാതെ നമ്മൾ കല്ല് പാകി ഉണ്ടാക്കിയ വഴികളാണ് മുഴുവനായിട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ കറക്റ്റ് എൻട്രൻസ് എന്ന് പറയുന്നത് അതാണ്. അതിന്റെ ആ ഒരു കയറുന്ന് കാണാം നമുക്ക്. അതിൽ കുറച്ച് നൊയഞ്ഞ് കയറുന്ന പോലെ തോന്നുന്നു, നൊയഞ്ഞ് കയറ്റുമ്പോൾ. അതിന്റെ അങ്ങേപ്പുറം ജസ്റ്റ് ഒരു ഗേറ്റ് പോലെ എന്തോ ഉണ്ട്. അതിന് അങ്ങേപ്പുറത്തേക്കാണ് നമ്മൾ ഗുഹയിലേക്ക് കയറുന്നത്. അതിന്റെ എൻട്രൻസ് ഇപ്പൊ ഇതിലൂടെ അല്ല, അതിന്റെ ജസ്റ്റ് വേറെ ഏതോ വഴിയിലൂടെ എക്സിറ്റ് ഉണ്ട് തോന്നുന്നത്. നമുക്കൊന്ന് കയറി നോക്കാം. ഏതായാലും നമ്മൾ ആ നുഴഞ്ഞു കയറുന്ന അതേ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എങ്ങനെ അതിന്റെ എൻട്രൻസ് നോക്കി കാണാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഗുഹയിലുള്ളിലേക്കാണ്. പല ലിപികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. നമുക്ക് ഞാൻ പോയി നോക്കാം. ജസ്റ്റ് തുടക്കം മാത്രമാണ്. ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു വഴി കൂടി ഉണ്ട്. ആ വഴി കൂടി കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു റൂമിലേക്ക് എത്താം. റൂമിലേക്ക് എത്താൻ വേണ്ടി തരാം. അത്യാവശ്യം വിശാലമായിട്ടാണ്. 4-5 പാറകൾ മാത്രമേ ഉണ്ടാവും. ഭയങ്കര തണുപ്പതിനുള്ളിൽ, നല്ല അടിപൊളിയായിട്ട് തണുപ്പ്. ഭയങ്കര തിരക്കുണ്ട് ആളുകളോട്. ഇത് ജസ്റ്റ് നമ്മളിപ്പോൾ നിന്നോടുന്ന് എൻട്രൻസിന്ന് ജസ്റ്റ് മുകളിലോട്ട് കയറാനാ. ഇങ്ങനെ അങ്ങനെ പോയിട്ട് അതുവരെ ഇനി വേറെ റൂമിലേക്കാ തോന്നുന്നു കയറുന്നത്. അതെ, വേറെ സ്ഥലത്തേക്കാ കയറുന്നത്. ഭയങ്കര ഓട് വഴി കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള വഴി. ഗുഹേൻ്റെ ഉള്ളിൽ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ സൗണ്ട് എഫക്റ്റ്. അതായത് എക്കോ അടിച്ചിട്ട് 4 ഭാഗത്തുനിന്നും ആ ഗുഹയുടെ ചുമരിൻ്റെ എക്കോ കൊണ്ട് വന്നിട്ട് നമ്മുടെ വീഡിയോയുടെ സൗണ്ടിന് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും ചെയ്യുക. ആ കാണുന്ന ചെറിയ ഗ്യാപ്പ് കൂടിയാണ് ആളുകൾ വരുന്നത്. അതിലൂടെ കയറുകയാണ്. ഇനി ഇപ്പോഴും കയറ്റം തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ യാത്രയിൽ മലയാളികളെക്കാൾ കൂടുതൽ ഈ എടക്കൽ ഗുഹയിലേക്ക് വരുന്നത് അന്യ സംസ്ഥാനത്തു നിന്നാണ്. പ്രത്യേകിച്ച് ഹിന്ദി
ഈ തമിഴ് ഭാഗത്തു നിന്നൊക്കെയാണ് കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഒട്ടുമിക്ക പേരും ഹിന്ദി തമിഴ് ആളുകൾ തന്നെയാണ്. ഇത് നമുക്ക് ആ കയറ്റിൽ നിന്ന് ഏറ്റവും ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള പുറത്തേക്കുള്ള കാഴ്ചയാണ്. ഏകദേശം ഈ ഒരു എത്രത്തോളം ഉയർച്ച ഉണ്ടെന്ന് നമുക്ക് നോക്കി കാണാവുന്നേ ഉള്ളൂ. എല്ലാം ഇരുമ്പ് കൊണ്ടുള്ള സ്റ്റെപ്പാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോഴും ആളുകൾ തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ്, കയറ്റം തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ എൻട്രൻസ്. ഇതിലാണ് കറക്റ്റ് ലിപികളൊക്കെ ഉള്ളത്. നമുക്ക് കാണാൻ പറ്റും പഴയകാല ലിപികളും ചിത്രങ്ങളൊക്കെ ഉള്ളത്. ഒരുപാട് ആൾക്കാരെ കൊള്ളു കേട്ടോ. കറക്റ്റ് നമുക്ക് താഴോട്ടും ഞാൻ പണ്ട് കുറച്ച് കാലത്ത് ഒരിടത്തും വന്നിട്ടുണ്ട് ഇവിടെ. ഇതിവിടെ മൊബൈലൊന്നും അലൗഡല്ല. ഇപ്പം മൊബൈൽ ഫോണൊക്കെ അലൗഡാണ്. ഒരു ഏകദേശം ഒരു 8 വർഷത്തോളം മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. മറന്നു പോയിട്ടുണ്ട്. പക്ഷെ അന്ന് മൊബൈൽ അലൗഡ് അല്ലേ എന്നൊക്കെയാണ്. കാരണം അന്നൊക്കെ ചെറിയ മൊബൈലൊക്കെ ഉണ്ടായിരുന്നു കയ്യിൽ. അതൊന്നും ഇവിടെ തീരെ അലൗഡ് അല്ലേ. ഇതിനൊക്കെ ബാധിക്കുന്നതാണ് പറഞ്ഞത്. നമുക്കിവിടെ കാണാം, ഇതിന് ചുമരലുകളൊക്കെ കാണാം, ചിത്രങ്ങളും കൊത്തുപണികളൊക്കെ. അതുകൊണ്ട് എന്താണ് ഇതിന്റെ മീനിങ് എന്നോ എന്താണ് ഉദ്ദേശിക്കണമെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ കറക്റ്റ് ചിത്രപ്പണികൾ. നിങ്ങൾ തൊടാൻ നമുക്ക് അനുവാദമല്ല. പണ്ടത്തെ ലിപികളാണോ അതോ ചിത്രങ്ങളാണോ എന്താണ് അതുകൊണ്ട് അവരുദ്ദേശിച്ചിരുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. അതൊരു മനുഷ്യന് എത്താവുന്ന ദൂരത്തിലുള്ള അകലത്തിലുള്ള സ്ഥലത്തെ മാത്രമേ ഇങ്ങനത്തെ ചിത്രപ്പണികളൊക്കെ ഉള്ളൂ. മുകളിലേക്ക് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അവിടെ ഒന്നുമില്ല. അവിടെ കറക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഡേഞ്ചറസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറയുന്നത് 2 പാറകൾക്കിടയിലുള്ള ഒരു ദൃശ്യമാണ്. ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഈ ഗുഹയുടെ ടോട്ടൽ വ്യൂ എന്ന് പറഞ്ഞ ഇതാണ്. ഇതിലുള്ള ആളുകളാണിത്. ഒരു ഗുഹയ്ക്കുള്ളിലെ ആളുകളാണ് ഇതൊക്കെ. അതിന്റെ എൻട്രൻസ് ആണ് അവിടെ കാണുന്നത്. ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ വരും. മുഴുവൻ പാറകളാണ്. നമുക്ക് കണ്ണെത്താ ദൂരത്തിലുള്ള പാറകൾ എന്നൊക്കെ വേണം ഉദ്ദേശിക്കാൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡേഞ്ചറസ് പോയിന്റ്. ഇതൊക്കെയാണ് ഇതിന്റെ കറക്റ്റ് ലിപികൾ ഞാൻ നേരത്തെ പറഞ്ഞ ലിപിയാണെന്ന് അറിയില്ല. എന്തൊക്കെ ചിത്രങ്ങളൊക്കെയാണ്. ഇതിനാകെ 3-4 ചുമരെങ്ങാനുണ്ട്. എല്ലാ ചുമരിലും ഉണ്ട് ഇതേപോലെ ചിത്രങ്ങളൊക്കെ കാണാം. സാർ നമുക്ക് കാണാം എന്തൊക്കെയോ വരച്ചിട്ടിരിക്കണം. നോക്കിയിട്ട് ഇതിൽ മനസ്സിലാവുന്ന ഏക രൂപം എന്ന് പറയുന്നത് ഇതിൽ ഒരു സ്ത്രീയുടെ രൂപമുണ്ട്. ഈ കാണുന്നത് കറക്റ്റ് ഏകദേശം ഒരു സ്ത്രീയുടെ രൂപത്തെ പോലെ തന്നെ കാണാവുന്നതാണ്. അതാണ് നമുക്ക് നോക്കിയിട്ട് മനസ്സിലാവുന്നത്. ഇവിടെയുള്ള ആളുകളോട് ചോദിച്ചപ്പോൾ ഇവിടുത്തെ ഓഫീസർമാരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ കാണിച്ചു തരുന്ന ഏകയുള്ള ഒരു സാധനം, നമുക്ക് മനസ്സിലായ ഏക ഒരു സാധനം എന്ന് പറയുന്നത് അത് മാത്രമാണ്. ചൈനീസ് ലിപി അന്നാണേ പറയാം. കുറെ വരയും പുള്ളിയും കുത്തൊക്കെ ഉള്ള മിക്കവാറും വരകൾ മാത്രമാണ്. നമ്മളിനി ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. നമുക്ക് ഒരുപാട് ദൂരം വണ്ടി ഓടിക്കാനുള്ളതുകൊണ്ട് അധിക സമയം അവിടെ ചെലവഴിക്കാൻ പറ്റൂല. ഇതാണ് ഇതിന്റെ എൻട്രൻസ്. നമ്മൾ വീണ്ടും ഒന്നുകൂടി കാണിച്ചതാണ്. ഞങ്ങൾ നടത്തിയത് 1 ഡേ യാത്രയായിരുന്നു. അപ്പൊ അത് ഏകദേശം കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങാണ്. എടക്കൽ ഗുഹയെന്ന് ഡെസ്റ്റിനേഷൻ വെച്ചിരുന്നത്. അപ്പൊ അത് ഇനി ഇറങ്ങാൻ കുറച്ച് ദൂരം കൂടുതലുണ്ട്. അപ്പൊ അധിക സമയം ഇവിടെ ചെലവഴിക്കാൻ പറ്റൂല. പെട്ടെന്ന് ഇറങ്ങണം. ഒരു 140-150 അങ്ങാണ്ട് ബൈക്ക് ഓടിച്ചാണ്ട് ഇല്ല ഇനി അങ്ങോട്ട് നാട്ടിലേക്ക് എത്താണ്ട്. അപ്പോൾ പെട്ടെന്ന് യാത്ര തിരിക്കാണ്. ഇനി ചിലപ്പോ നിർത്താൻ ചാൻസ് ഉള്ളത് നമ്മൾ ചുരം കയറി അവിടെ കോട ഇറങ്ങാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു പോയവരൊക്കെ. ആ കോട ഇറങ്ങാണെന്നുണ്ടെങ്കിൽ അവിടെയും കൂടി ഒന്ന് നിർത്തണം. നേരെ നാട്ടിലേക്ക് കുടിക്കണം. ഓക്കെ, ഇറങ്ങി ഏകദേശം എത്താനായിട്ട് ഒരുപാട് നേരമായി നടക്കാൻ തുടങ്ങിയിട്ട്. ഓക്കെ, ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഞങ്ങൾ കുറച്ച് പർച്ചേസ് ചെയ്തു സാധനങ്ങളൊക്കെ. ഇവിടെ കുറെ സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും. നമ്മുടെ നാച്ചുറലിലെ കുറെ സാധനങ്ങളൊക്കെ. നാച്ചുറൽ എന്ന് അവര് പറയുന്നതാണ്.
നാച്ചുറൽ ആണെന്ന് അറിയില്ല. കുറച്ച് തേന്, ആദിവാസികളുടെ അടുത്തുള്ള സാധനം ആ അല്ലേ? എന്തൊക്കെ സാധനങ്ങളൊക്കെ ആദിവാസി മേഖലയിൽ നിന്നൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ ആള് വളരെ കുറവാണ്. വൈകുന്നേരം 4 മണി വരെ ഇവിടെ എൻട്രൻസ് ഉള്ളൂ. 4 മണിക്ക് ശേഷം ഇതിൽ ആള് കയറ്റൂല. എന്താ വെച്ചാൽ 4 മണി 5 മണിയൊക്കെ ആവുന്ന നേരത്തെ തന്നെ ഇവിടെ ഭയങ്കര ഇരുട്ടായിരിക്കും. ഫുള്ള് മരങ്ങളല്ലേ. അതുകൊണ്ട് തന്നെ 4 മണി വരെ ഇവിടെ എൻട്രൻസ് ഉള്ളൂ. നമ്മളിത് ഏകദേശം ഇറങ്ങുകയാണ്. വയനാട് എടക്കൽ ഗുഹയിലേക്കുള്ള യാത്ര കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ നാളെ പോവാണ്. ഇവിടെ ചുരത്തിന്റെ മുകളിൽ വണ്ടി നിർത്തണം എന്ന് ആദ്യം ഉദ്ദേശിച്ചിരുന്നു. കോട ഇറങ്ങുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ വണ്ടി നിർത്തിയിട്ടില്ല. അതിന് പ്രധാന കാരണം എന്ന് വെച്ചാൽ ഒന്ന് കോട ഇല്ലാത്ത തന്നെ, പിന്നെ ബ്ലോക്കാണ്. വൈത്തിരിന്ന് തുടങ്ങിയ ബ്ലോക്കാണ്. ഇപ്പം ഇവിടെ ചുരത്തിന് മുകളിലെത്തി. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6:45 ആയി. വൈകുന്നേരം 6:45 ആയി. ഇതുവരെ ബ്ലോക്ക് തീർന്നില്ല. ഇനി ഈ ചുരം മുഴുവൻ ഇങ്ങനെ തന്നെ ആവും തോന്നണം. CM വരുന്നുണ്ട്. നമ്മുടെ CM ഇപ്പോൾ ഒന്ന് വയനാട് സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വാഹനങ്ങൾ മുഴുവൻ ഒരു സൈഡിലേക്ക് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതോടെ തന്നെ ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ ഞങ്ങൾ നേരെ നാട്ടിലേക്ക് പോകണം. ഈ യാത്രാ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനോട് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.